ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ട്രക്ക് ഡ്രൈവർ ആവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസാണ് നമ്മുടെ ഈ ബാക്കപ്പ് പരിപാടി കേട്ടോ. ബാക്കപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് നമ്മുടെ എക്സാമിനകത്തിലുള്ളതാണ്. നമ്മൾ എക്സാമിന് പാരലൽ പാർക്കിംഗ് ഉണ്ട്, പിന്നെ ഓഫ്സെറ്റ് പാർക്കിംഗ് ഉണ്ട്, അതേപോലെ സ്ട്രെയിറ്റ് ബാക്കപ്പ് ഉണ്ട്. അപ്പം ഈ 45 ഡിഗ്രി ആംഗിൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഡെയിലി ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഡെയിലി 2-3 വട്ടം ഇതുപോലെ ട്രക്കിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പം 45 തുടങ്ങുകയാണ്. ആദ്യം പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ടിന് നേരെ ഇതേപോലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആംഗിളിൽ വണ്ടി നിർത്തുക. ഇപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിൽ വണ്ടി നിർത്തിയേക്കാണ്. ഫസ്റ്റ് വലത്തോട്ട് വട്ടം വീശി ഓടിച്ചേക്കാണ് കേട്ടോ. ഫുള്ള് വട്ടം ഓടിക്കണം കേട്ടോ. സ്റ്റിയറിങ് വട്ടം ഓടിച്ചിട്ട് കട്ടറിയെ പോട്ടിട്ട് നിർത്തണം. അവിടെ ഫുള്ള് നിർത്തിയിട്ട് അവിടെ സ്റ്റിയറിങ് ഹോൾഡ് ചെയ്യണം. പിന്നെ അതിന് ശേഷം നേരെ ഫുള്ള് ഇടത്തോട്ട് വട്ടം ഓടിക്കണം. ഫുള്ള് വട്ടം ഓടിച്ച് അങ്ങനെ നിർത്തണം. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് വലത്തോട്ട് ഫുള്ള് വട്ടം ഓടിച്ചു, പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇടത്തോട്ട് ഫുള്ള് വട്ടം ഓടിച്ചു, അതിനുശേഷം വീണ്ടും ഫുള്ള് വലത്തോട്ട് വീണ്ടും വട്ടം ഓടിക്കണം. എന്നപ്പോൾ ട്രെയിലർ ഇങ്ങനെ വളഞ്ഞു വരും, നമ്മുടെ ആ സ്പോട്ടിന് നേരെ വളഞ്ഞു വരും, കറക്റ്റായിട്ട് വളഞ്ഞു വരും. നമ്മുടെ ആ ലൈനിലേക്ക് നേരെ കറക്റ്റായിട്ട് കയറി വരും. എന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ പയ്യെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കണം. അന്നപ്പം നമ്മുടെ ട്രെയിലർ നൂന്ന് വരും, നേരെയായി വരും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഈ വലത്തോട്ട് തന്നെ ഈ മൂന്നാമത്തെ വട്ടം വലത്തോട്ട് ഫുൾ ഓടിച്ച് വെച്ചാൽ അവിടെ ട്രെയിലർ ജാക്ക് നൈഫ് ആകാൻ ചാൻസ് ഉണ്ട്. അന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പയ്യെ ലെഫ്റ്റിലോട്ട് തിരിച്ചു കൊടുക്കണം. അന്നപ്പം ട്രെയിലർ നൂന്ന് വരും. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഇടത്തോട്ട് അങ്ങനെ തിരിക്കുമ്പോഴത്തേക്കിന് വണ്ടി കറക്റ്റായിട്ട് നമ്മുടെ ആ പൊസിഷനിൽ വന്ന് നിൽക്കും. കണ്ടില്ലേ, കറക്റ്റ് ആ ഹോളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടുക്കത്തെ 2 ലൈൻ, യെല്ലോ ലൈനിന് നടുക്കാണ് നമ്മൾ പാർക്കിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പയ്യെ വലത്തോട്ടും ഇടത്തോട്ടും വണ്ടി സ്റ്റിയറിങ് തിരിച്ചുകൊണ്ടിരിക്കുക. സോ പയ്യെ നമ്മുടെ ലൈനിലേക്ക് വരുന്നുണ്ടോ. എന്നിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി പുള്ളി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഗ്യാപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിലർ സ്ട്രെയിറ്റ് ആയാൽ പരിപാടി വളരെ എളുപ്പമാണ്. പിന്നെ ബാക്കപ്പ് വളരെ എളുപ്പമാണ്. നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് കൊണ്ട് ഫ്രണ്ടിലോട്ട് പുള്ളി ചെയ്യണം. ഫ്രണ്ടിലോട്ട് പുള്ളി ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. വണ്ടി ഇപ്പോൾ ട്രെയിലർ നേരെയായി 53 ഫീറ്റ് ട്രെയിലറാണ് കേട്ടോ. ഈ ഡ്രോണിൽ കാണുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് തോന്നുന്നത്. നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. അപ്പം ട്രെയിലർ നൂത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ബാക്കപ്പ് അടിക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേക്കിന് ട്രെയിലർ നൂന്ന് വരുമ്പോഴത്തേക്കിന് പിന്നെ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങൾ. നമ്മൾ പയ്യെ ആ സ്പോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പയ്യെ കയറണം സ്പോട്ടിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ തിരക്ക് കൂട്ടരുത് ഒരിക്കലും. തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ ബാക്കിൽ പോയി തട്ടും. നമ്മളെ റിയൽ ലൈഫിൽ മിക്കവാറും 2 ട്രെയിലർ അപ്പുറത്തും ഇപ്പുറത്തും കാണും. എന്നപ്പം അതും മനസ്സിൽ വെക്കണം. ഇതേപോലെ ചെയ്താൽ മതി. ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു കുറച്ച് ദിവസം നമ്മൾ ഒരാഴ്ചത്തെ പ്രാക്ടീസ് മതി കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ കാറ് പോലെ പിന്നെ ഓടിച്ചു നടക്കാൻ പറ്റിയ വലിയ വണ്ടി. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പഠിക്കുക. എന്നപ്പം പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ഫോളോവേഴ്സിന് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാ ഫോളോവേഴ്സിനും നല്ല ദിനം ആശംസിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതായിരിക്കും ഗുഡ് ബൈ.